ഉറക്കം നഷ്ടപ്പെട്ട 40 വർഷങ്ങൾ ഉള്ളിൽ പേടിയോടെയാണ് അയാൾ ഇത്രയും നാൾ ജീവിച്ചത്. പലപ്പോഴും കുറ്റബോധം വേട്ടയാടിയിട്ടുണ്ട്. രാത്രികളിൽ ആരും കാണാതെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. മലപ്പുറം വേങ്ങരയിലെ മുഹമ്മദലിയുടെ മനസ്സിനിപ്പോൾ വലിയ ആശ്വാസമാണ്. 40 വർഷം മുൻപ് മുഹമ്മദലി കൊലപ്പെടുത്തിയത് ആരെയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ പോലീസിനും ആശ്വസിക്കാം. 1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. 14-ാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ വെച്ച് മുഹമ്മദലി കൊല ചെയ്തത് കണ്ണൂർ ഇരിട്ടി സ്വദേശി മോഹനെയാണെന്ന് തിരുവമ്പാടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. ഇനി കൊല്ലപ്പെട്ട രണ്ടാമത്തെയാൾ ആരാണെന്ന് അറിയണം. അതിനായുള്ള അന്വേഷണത്തിലാണ് പോലീസ്. മുഹമ്മദലി വെളിപ്പെടുത്തൽ നടത്തിയത് 1 വർഷം മുമ്പാണ് എങ്കിലും ഏതാനും മാസം മുമ്പാണ് മോഹനന്റെ ബന്ധുക്കൾ തിരുവമ്പാടി പോലീസിനെ ബന്ധപ്പെട്ടത്. തുടർന്ന് ഇൻസ്പെക്ടർ അവിടെയെത്തി അന്വേഷണം നടത്തി. മോഹനൻ കൂടരഞ്ഞിയിൽ ജോലിക്ക് പോയത്, പിന്നീട് അവിടെ വെച്ച് വെള്ളത്തിൽ വീണ് മരിച്ചത്, അച്ഛന്റെ സഹോദരൻ വിവരമറിഞ്ഞ സ്റ്റേഷനിൽ എത്തിയത്, ഫോട്ടോ കണ്ട് മോഹനനാണ് മരിച്ചത് എന്ന് അന്ന് സ്ഥിരീകരിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിനിടെ സഹോദരി രാധ പോലീസിനോട് വെളിപ്പെടുത്തി. മോഹനൻ കൂടരഞ്ഞിയിൽ ജോലിക്ക് പോയപ്പോൾ വെള്ളത്തിൽ വീണ് മരിച്ചത് എന്നാണ് ബന്ധുക്കൾക്ക് അറിയാമായിരുന്നത് എങ്കിലും കൊല്ലപ്പെട്ടു എന്ന വിവരം ഇപ്പോഴാണ് വ്യക്തമായത്. അന്ന് 1.5 വർഷം കഴിഞ്ഞാണ് മോഹനൻ മരിച്ച വിവരം ബന്ധുക്കൾ അറിഞ്ഞത്. അതിനു മുമ്പേ അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. 1986 നടന്ന സംഭവമായതിനാൽ മോഹനന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് മാത്രമാണ് പോലീസിന് ലഭിച്ചത്. അപസ്മാരമുണ്ടായിരുന്ന ആളുടേത് സ്വാഭാവിക മരണം എന്നായിരുന്നു മരണസമയത്ത് ആളുകൾ പറഞ്ഞിരുന്നത്. ശ്വാസകോശത്തിൽ ചെളിയും വെള്ളവും കയറിയതാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതും. 1986 ഡിസംബറിൽ 14-ാം വയസ്സിൽ കൂടരഞ്ഞിയിലും 89-ൽ കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്തും താൻ 2 കൊലപാതകങ്ങൾ നടത്തിയെന്നാണ് മലപ്പുറം വേങ്ങര, ചേരൂർ, കിളിനിക്കോട്, പള്ളിക്കൽ ബസാറിൽ തൈപ്പറമ്പിൽ മുഹമ്മദലി കഴിഞ്ഞ വർഷം വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി ഏറ്റുപറഞ്ഞത്. തുടർന്ന് FIR രജിസ്റ്റർ ചെയ്ത് പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇപ്പോൾ ജാമ്യം ലഭിച്ച് നാട്ടിലാണ്. കേസിൽ വൈകാതെ കുറ്റപത്രം സമർപ്പിക്കും. കുറ്റബോധം സൃഷ്ടിച്ച വിങ്ങൽ ഉറക്കം പോലും നഷ്ടപ്പെടുത്തിയ സാഹചര്യത്തിലാണ് കുറ്റം ഏറ്റുപറഞ്ഞത് എന്നാണ് മുഹമ്മദലി വ്യക്തമാക്കിയത്. ഇപ്പോൾ ആരാണ് മരിച്ചത് എന്നറിയാൻ കഴിഞ്ഞതിൽ ആശ്വാസമെന്നും മുഹമ്മദലി പറയുന്നു. കണ്ടെത്തിയതിൽ വളരെ ഞാൻ പറഞ്ഞല്ലോ ദുഃഖവും സങ്കടം എല്ലാം കൂടിയുള്ള സമ്മിശ്രകാരാണ്. അവരുടെ കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു നീതി കിട്ടി എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കുടുംബത്തിൽ കുറേ പരാജയങ്ങൾ സംഭവിച്ചു, മരണങ്ങൾ സംഭവിച്ചു. അങ്ങനെ വളരെ വിഷമത്തിലായിരുന്നു. അപ്പോൾ മാനസികമായിട്ട് തകർന്നു. അങ്ങനെയാണ് ഇത് തുറന്നു പറഞ്ഞാൽ അത് മാറി കിട്ടുമെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി തുറന്നു പറഞ്ഞു. കൂടരഞ്ഞി വാതല്ലൂർ ദേവസ്വയുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തോട്ടിലേക്ക് തള്ളിയിട്ടു കൊന്നുവെന്നാണ് മുഹമ്മദലിയുടെ കുറ്റസമ്മതമൊഴി. ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തള്ളിയിട്ട ഉടൻ സ്ഥലം വിടുകയായിരുന്നുവെന്നും 2 ദിവസം കഴിഞ്ഞാണ് മരിച്ച കാര്യം അറിഞ്ഞത് എന്നുമാണ് മുഹമ്മദലി പറഞ്ഞത്. അന്നത്തെ SI ആയിരുന്ന OP തോമസ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും നിർണായകമായ വിവരങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ല. പോലീസ് രേഖയിൽ ഉള്ളത് മോഹനൻ എന്ന ഒരു പേര് മാത്രമായിരുന്നു. ഈ പേരിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാടും കണ്ണൂരുമായിരുന്നു പോലീസ് അന്വേഷണം കേന്ദ്രീകരിച്ചിരുന്നത്. SI KM ജോർജ്, സീനിയർ CPO C ഉജേഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 1989-ൽ കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് മറ്റൊരാളെ മണലിൽ മുഖം പൂഴ്ത്തി കൊല്ലാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദലി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇയാളെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.